യോഗ മാത്രം ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും അതിൽ സംശയം പ്രകടിപ്പിക്കാറുണ്ട്, ഇതെങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളത്. എന്നാൽ അത് സാധ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭമുണ്ട്. എനിക്ക് ഇത്രയും കോൺഫിഡൻസോട് കൂടി യോഗയിലൂടെ വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാനുള്ള ധൈര്യം തന്നെ കുറച്ച് അനുഭവങ്ങളുണ്ട്, കുറച്ച് പാഠങ്ങളുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് അതിനെ കുറിച്ചാണ്. എൻ്റെ ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സ്റ്റോറിയാണ് ഞാൻ ഇന്നോടെ ഷെയർ ചെയ്യുന്നത്. ശിവാനന്ദ ആശ്രമത്തിൽ നിന്ന് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങി വന്ന ഉടനെ എന്ന് പറയുന്ന പോലെ ആദ്യം ചെയ്ത വെയിറ്റ് ലോസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണിത്. അവിടെ ആ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയിലേക്ക് എന്നെ എത്തിച്ചത് ശിവാനന്ദയിൽ എൻ്റെ ഗുരുവായിരുന്ന ടീച്ചറായിരുന്ന പ്രഹ്ലാദ്ജിയാണ്. അപ്പോൾ പ്രഹ്ലാദ്ജി പറഞ്ഞു തന്നെ കുറച്ച് കാര്യങ്ങളാണ് അതിനെ ഹെൽപ്പ് ചെയ്തതും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആത്മവിശ്വാസത്തോടെ യോഗയിലൂടെ ഭാരം കുറയ്ക്കാൻ പറ്റും, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നതിന് ഉള്ള ആധാരമായി മാറിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിനെ കുറിച്ചുള്ളതാണ്. ഞാൻ യോഗ മാസ്റ്റർ സാം. നമ്മൾ എന്ന സിനിമയിലെ താരമായിരുന്ന വിജീഷിന്റെ 106 കിലോയുടെ ശരീരഭാരം 69ലേക്ക് എത്തിച്ചത് സാം ആയിരുന്നു. ശിവാനന്ദ ആശ്രമത്തില് യോഗ TTC ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. പലരുടെയും വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നത് വളരെ പ്രകടമാണ്. ചിലപ്പോൾ ഒരു മാസം കൊണ്ടെല്ലാം ഒരു 10 കിലോയിലും മേലെ, ഒരു 20 കിലോളം കുറയുക, ഇങ്ങനെ പല കാര്യങ്ങളും പലരിലായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതവിടെ പലരും ഒരു അവരുടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിലും വന്നു. ഞാനത് അന്ന് എൻ്റെ ടീച്ചറായിരുന്നെ പ്രഹ്ലാദ്ജിയുടെ അടുത്ത് ചോദിക്കുകയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യോഗയ്ക്കൊരു കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഡിസോർഡറുകളെ അത് ഓർഡറായിക്കോളും. നമ്മൾ കൃത്യമായിട്ട് സാധന അല്ലെങ്കിൽ പരിശീലനം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ യോഗ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അതിൻ്റെ ന്യൂനതകളെ മറികടക്കുകയും അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ഡിഫക്റ്റുകളെ സ്വയം പരിഹരിക്കുകയും അത് ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങളും പിന്നീട് പങ്കുവച്ചു. അത് കേട്ടപ്പോൾ അതിൽ അത്രയധികം വിശ്വാസം തോന്നിയില്ലെങ്കിലും നാട്ടിലെത്തി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള ഞാൻ സുരേന്ദ്രമാമൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് യോഗയ്ക്ക് വരുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ കുറച്ച് ഓവർ വെയിറ്റ് ആണെന്ന്, 100+ കിലോസ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ആദ്യം തന്നെ പറഞ്ഞു, അതും ഞാൻ എൻ്റെ ടീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു മെഡിറ്റേഷൻ ഇരിക്കണമെങ്കിൽ അതിനാദ്യം നമ്മുടെ ശരീരം സജ്ജാവണം. നമുക്ക് നിവർന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ആസനകൾ ചെയ്ത് ശരീരത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം, അല്ലെങ്കിൽ അത് കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ യോഗ ആസനകളുടെ പരിശീലനം തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന് ബോഡി വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയോ എന്നുള്ളൊരു സംശയം കൂടെ അവിടെ പൊന്തി വന്നു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് കുറയും. കാരണം അത് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രഹ്ലാദ്ജിയുടെ വാക്കുകൾ അത്രയും വിശ്വാസമായിരുന്നു. കാരണം അവരുടെ എല്ലാം വളരെ കാലത്തെ അനുഭവങ്ങളെ കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ പരിശീലനം മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എത്ര കിലോ ആണ് കുറച്ചെന്ന് ഓർമ്മയില്ല, പക്ഷെ ഒരു 3-4-5 മാസത്തിന്റെ ഇടയിൽ ഒരു 12 to 18 കിലോയുടെ ഒരു വ്യത്യാസം ആളുടെ ശരീരത്തിലുണ്ടായി. ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൃത്യമായിട്ടുള്ള എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള പ്രാണായാമ, സൂര്യനമസ്കാര, ആസന, റിലാക്സേഷൻ, പിന്നെ ഞങ്ങൾ കുറച്ച് ചെയ്ത മെഡിറ്റേഷൻ, ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാസിക്കൽ യോഗയുടെ മാത്രം പ്രാക്ടീസ് കൂടിയാണ് ഇത് സംഭവിച്ചത്. വേറെ ഒന്നും അതിൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല. അതാണ് യോഗയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അതിലേക്ക് വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആസനകളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തന്നെ നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാനാണ്. നമ്മുടെ യോഗയുടെ യാത്രയിൽ നമ്മുടെ ആത്മാവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലമാണ്, ക്ഷേത്രമാണ് ശരീരം എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മുടെ കർമ്മയിലേക്കുള്ള വഴിയിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള വാഹനമാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തിയേ പറ്റൂ യോഗയിൽ മുന്നോട്ട് പോകാനാണെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ്. അവിടെയാണ് അതിനുവേണ്ടി നമ്മുടെ ഗുരുക്കന്മാര് ആസനങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് ചിട്ടപ്പെടുത്തിയത്. അതിനോടൊപ്പം നിൽക്കുന്ന ഒന്നാണ് സൂര്യനമസ്കാരം. സൂര്യനമസ്കാരത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ഒരുപാടുണ്ട്. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ മാംസപേശികളിലേക്കും ചലനം എത്തിക്കാനും നമ്മുടെ ശരീരത്തിലെ രക്തസംക്രമണ വ്യവസ്ഥയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് സൂര്യനമസ്കാരം. അതോടൊപ്പം പ്രാണായാമം, കൂടുതലായിട്ട് പ്രാണനെ ഉൾക്കൊള്ളാനും ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു സെല്ലുലാർ ലെവലിൽ ക്ലീനിങ് നടത്താനും എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രാക്ടീസ് ആയിട്ടുള്ള പ്രാണായാമ
ഒരു സ്ട്രെസ് ബസ്റ്ററും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശരീരം വിശ്രമിക്കുമ്പോഴാണ് സ്വയം ക്യൂർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന റിലാക്സേഷൻ, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഒരു ക്ലാസിക്കൽ യോഗ പ്രാക്ടീസ്. അതിൽ ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഇവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. എന്നിരുന്നാൽ തന്നെ ഈ ഒരു ക്ലാസിക്കൽ യോഗ പ്രാക്ടീസിലൂടെ തന്നെയാണ് ആദ്യത്തെ വെയിറ്റ് ലോസ് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇനി കൂടുതൽ എന്തെല്ലാം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ഒന്നൊന്നായി ആഡ് ചെയ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെ പിന്നീട് ആ വെയിറ്റ് ലോസ് പ്രോഗ്രാം കൂടുതൽ നന്നാക്കി കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്തു.